ഹലോ ഗായ്സ്, ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു മാപ്പ് വാളും ഒരു അക്വേറിയം ഉണ്ടാക്കി. ഈ എപ്പിസോഡിൽ നമുക്കൊരു ബ്രീഡർ സെറ്റ് ചെയ്യാം, വില്ലേജ് ബ്രീഡർ. ഞാൻ ഈ വീറ്റൊക്കെ ഒന്ന് ഫാർം ചെയ്യാമെന്ന് വിചാരിച്ചു. അത് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ഫാർം ചെയ്യുന്നത്. അതൊന്ന് പെട്ടെന്ന് ഫാർം ചെയ്യട്ടെ. അപ്പോൾ ഞാനത് ഫുള്ള് ക്ലീനാക്കി ചെയ്തോളൂ. ഒരുത്തതാ ട്രാപ്പ് ആയിക്കണം. ട്രേഡിൻ്റെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ട്രേഡ് കിട്ടി ട്രേഡിൻ്റെ കിട്ടി. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉണ്ട്. വെറുതെ എറിഞ്ഞ് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ചത്തിയില്ലേ, ഒന്നുകൂടി കൊണ്ടിരുന്ന ഞാൻ ചെസ്റ്റ് എടുത്തതാണ്. ചെസ്റ്റിലെ ബാരലിൽ ഇനി ഇവിടെ നിന്നോട്ട് നമുക്ക് മെൻറ്റിങ് കിട്ടിയിട്ട് നമുക്ക് മെൻറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ഈ വെയിറ്റും ഇതൊക്കെ ഞാൻ ചെസ്റ്റ് കയറ്റി വെച്ചോണം. അപ്പോൾ ഇനി കുറച്ച് റീസോഴ്സൊക്കെ കളക്ട് ചെയ്യണം. കുറച്ച് സാൻഡ് വേണം. സാൻഡ് എന്തിനാ വെച്ചാൽ ഗ്ലാസ് ഉണ്ടാക്കണം നമുക്ക്. ഞാൻ കുറച്ച് സാൻഡ് മൈൻ ചെയ്യാൻ പോട്ടെ. മേലുള്ള ടോപ്പിലുള്ള കുറച്ച് സാൻഡ് ഒരു 1.5-2 സ്റ്റാക്ക് ഒക്കെ ആവശ്യം വരും. ഞാനൊന്ന് എടുത്തുകൊണ്ട് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. എൻ്റെ കയ്യിലുള്ള ഷവല് പൊട്ടി. ഞാൻ അത് വേറെ ഒന്നുണ്ടാക്കി. 1.5 സ്റ്റാക്ക് ഞാൻ അത് മൈൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അത്രയും പെട്ടെന്ന് ആയിക്കോളും. നമുക്ക് പകുതി എല്ലാത്തിലും നിറക്കാം. ഞാനതൊന്ന് ഫുള്ള് നിറച്ചുകൊണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എല്ലാത്തിലും ഞാൻ നിറച്ചു. അതിൽ ഗ്ലാസ്സൊക്കെ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി മൈൻ ചെയ്താൽ അത് കറക്റ്റ് ഒരു സ്റ്റാക്ക് മൈൻ ചെയ്തോണം. ഇനി അത് കൊണ്ട് സ്മെൽറ്റ് ചെയ്യാൻ വെക്കാം. അത് എല്ലാതും സ്മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കണം. കോളും കഴിഞ്ഞോണം. ഞാനതൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഫുള്ള് സ്മെൽറ്റ് ആവട്ടെ. ഒരു 3 ബെഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ പേരൻ്റെ സൈഡിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഷെയർ ചെയ്തു. ഫസ്റ്റ് തീരെ 3 ഡ്രോപ്പ് ചെയ്താണ്. അടിപൊളിയാണ്. 5 ഒറ്റയടിക്കായി. ഞാൻ ഇതൊന്നൊരു 9 ഒപ്പിച്ചാണ്ട് ഒരു 3 ബെഡ് ഉണ്ടാക്കാറ്. എന്താ ലാസ്റ്റ് ഇതും കൂടി എടുത്താൽ 10 ആയി. 10 കിട്ടിക്കണം. 9 ഇത് വെച്ചൊരു 3 ബെഡ് ഉണ്ടാക്കണം. 3 ബെഡ് ഉണ്ടാക്കി. അതേമാതിരി നമുക്ക് വേണ്ടത് കുറച്ച് കോബിൾ സ്റ്റോണാണ്. അതിൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട്. ബാക്കി ഗ്ലാസ്സും കൂടി ഒന്ന് എടുക്കുക. ഞാൻ കുറച്ച് സ്ലാബൊക്കെ വെച്ചാണ്ടാണ് ഇത് ചെയ്തിട്ടത്. കോളൊക്കെ കഴിഞ്ഞു. കുറച്ചും കൂടി സ്ലാബ് ഉണ്ടാക്കിക്കൊണ്ട് ഇനി ഇത് വെക്കാം. ഇതൊക്കെ സ്മെൽറ്റ് ചെയ്ത് ഞാൻ ഗ്ലാസ്സൊക്കെ എടുത്തു. ഇനി ബാക്കിയുള്ള സാൻഡും കൂടി എടുക്കുക. ഇതിലുള്ള ഫുള്ള് സ്മെൽറ്റ് ചെയ്യണം. 23 സാൻഡും ബാക്കി ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്യണം. ഇനി ജസ്റ്റ് എടുത്തൊക്കെ നമുക്ക് ബാരലിൽ അത്യാവശ്യം റിസോഴ്സ് ആയിക്കണം. ഇതന്നെ മതിയാവും എന്ന് വിചാരിക്കുന്നു. അല്ലല്ല, മെയിനായിട്ട് ഇതാ വുഡ് വേണം. കുറച്ചുള്ളൂ ബാക്കി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എടുത്തോണ്ട്. പിന്നെ വുഡ് അത്യാവശ്യമാണ്. അത്യാവശ്യം കുറേ വേണം. അതാ ഇവിടെ വന്ന് പിന്നെ എടുത്തോണ്ട്. പിന്നെ അതാ അവിടെ എത്തിക്കണം. വില്ലേജ് അടുത്തെത്തി. ഇനി ഏത് സൈഡിലാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് കൺഫ്യൂഷനുള്ളത്. ഈ സൈഡ് വേണ്ട. ഗ്ലാസ് സൈഡ് ഉണ്ടാക്കാം. ആ സൈഡ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം. ബ്രീഡ് ഉണ്ടാക്കുന്ന ഒരു കൊച്ചു ടൈലപ്സ് കണ്ടുകൊണ്ട് വരും.
ഞാൻ ടൈം ലാപ്സ് എടുത്തപ്പോൾ ഈ ഒരു ഭാഗം ഞങ്ങൾ ഉൾപ്പെടുത്താൻ മറന്നുപോയി. ഞാനത് ബിൽഡ് ചെയ്യാൻ മറന്നുപോയി. ഞാൻ പിന്നെയാണ് ബിൽഡ് ചെയ്ത്. അതാ എല്ലാ സൈഡിലും വെച്ചുകൊണ്ട് ആ സൈഡിലും വെച്ചോണം. പിന്നെ നമുക്ക് വേണ്ടി 2 കമ്പോസ്റ്ററാണ്. 2 വില്ലേജർക്കും പണിയെടുക്കണം. 2 കമ്പോസ്റ്റർ ഉണ്ടാക്കുക. നമുക്ക് സ്ലാബ് വെച്ചാലാണ് കമ്പോസ്റ്റർ ഉണ്ടാക്കുക. 2 വേണം. 2 ക്രാഫ്റ്റ് ചെയ്തു. അതേമാതിരി ട്രാപ്പ് ഡോർ വേണം. അപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. ട്രാപ്പ് ഡോർ നമുക്ക് ഇവിടെ അങ്ങനെ വെക്കേണ്ടി. ഇങ്ങനെ ഇറങ്ങണ സ്ഥലത്ത് വെക്കണം. ഇനി നമുക്ക് പോലെ ഇറക്കാം. ഇനി പോലെ ചാടി പോകാൻ കഴിയില്ല. എനിക്ക് ട്രാപ്പ് ഡോർ അടച്ചുകൊണ്ട് നമ്മൾ ആ കമ്പോസ്റ്ററൊക്കെ ഒരു കമ്പോസ്റ്റർ ഇവിടെ അടിയിലും അതേമാതിരി ഒന്ന് അതിൻ്റെ മേലെയും വെച്ചാൽ രണ്ടാളും ഫാർമർമാരാവും. 2 ആയിക്കോളും. ഞാൻ ഐറ്റം സ്കിപ്പ് ചെയ്തുകൊണ്ട് വരാം. ഒരാൾ ഈ സ്റ്റോൺ കട്ടറിൻ്റെ പണിയെടുത്തുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടി ചെയ്താക്കണം. നല്ല വലിയ ഫാർമറാവുള്ളൂ. ഇപ്പോൾ ഫാർമറായി. ഞാൻ ഫുള്ള് ടെൽറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊന്ന് ഫുള്ള് ടെൽറ്റ് ചെയ്യണം. ടെൽറ്റ് ചെയ്യട്ടെ. ഒരു സാധനം മറന്നു. ഇതിന് മേലല്ല, സൈഡിൽ ട്രാപ്പ് ഡോർ 4 വെക്കണം. അല്ലെങ്കിൽ അത് ശരിയാവില്ല. ബ്രീഡർ ശരിയാവില്ല. അത് 4 വെക്കണം. അത് ഞാൻ വിട്ടുപോയതാണ്. ഒരു ഡേർട്ട് ബ്ലോക്ക് മേലെ വെച്ചുകൊണ്ട് അതിന്മേൽ ട്രാപ്പ് ഡോർ വെക്കണം. അതേമാതിരി 4 സൈഡിലും വെക്കണം. മാറിക്കട. ഇനി ആ ഡേർട്ട് ബ്ലോക്ക് പൊട്ടിച്ച് വെക്കണം എന്നില്ല. നമുക്കവിടെ ലൈറ്റ് വെക്കണ ബ്ലോക്ക് വെക്കണം. അതവിടെ നോട്ടെ. ഇനി അത് മൊത്തം ഒന്ന് ടെൽറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ലാസ്റ്റ് ഇത് മൊത്തം ടെൽറ്റ് ചെയ്തോണം. ഇവിടെ ഇങ്ങനെയല്ല. ഇവിടെ ഈ ട്രാപ്പ് ഡോറിൻ്റെ നേരെ അടിയിൽ ഇപ്പുറത്തെ സൈഡിൽ ടെൽറ്റ് ചെയ്യാൻ പാടില്ല. എന്നാലേ ബേബി വില്ലേജറാണ്ട് പോവുള്ളൂ. അല്ലെങ്കിൽ ആ ബേബി വില്ലേജർ ഇവിടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നല്ലാതെ ഉള്ള അടി കറങ്ങില്ല. അപ്പം നമുക്ക് ഈ 3 ബെഡും ഇവിടെ വെക്കുക. വെച്ചു. 2 വില്ലേജർമാരും അതേമാതിരി ഒരു ബേബി വില്ലേജറും ഒക്കെ ഉള്ളതാണ്. പൊട്ടാറ്റോ ഇവിടെ നടാം. ഇനി ഇതിന് നടുന്ന് ഇവർക്ക് കൊടുത്താൽ പോരെ. ഇവരെ നട്ടോളൂ. നമ്മൾ പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒരു അര സ്റ്റേക്ക് വെച്ചിട്ട് ഓരോന്ന് കൊടുക്കാം. പോലെ തന്നെ നടും. ഇവർക്ക് കൊടുത്താൽ മതി. ഓനക്കുള്ള നമുക്ക് കൊടുക്കാം. അത് കൊടുത്തോളും. ഓന് നടൽ തുടങ്ങി. പിന്നെ ഓലിനെ ഫുള്ള് നട്ടോളും. ഓല് ബ്രീഡായി. സംഗതി വർക്കൗട്ടാണ്. ഇപ്പോൾ പറ്റില്ല. ഇവിടെ ഫുള്ള് ഓപ്പണാണ്. ബേബി വില്ലേജർ ഉണ്ട് ഇവിടെ. ഇവിടെ അടക്കണം. അല്ലെങ്കിൽ ആ ബേബി വില്ലേജർ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ബാക്കി അടികളെ സെറ്റപ്പൊക്കെ ചെയ്യാം. നമുക്ക് അടിയൊക്കെ കുഴിച്ച് പോർട്ടൽ വെക്കണം. നെതർക്ക് കൊണ്ടുപോകണം. നെതർക്ക് കൊണ്ടുപോയാൽ നല്ല എഫിഷ്യൻ്റായി വർക്കാവുള്ളൂ. അല്ലെങ്കിൽ കുറേ ബെഡ് വേണം. അതൊക്കെ ഒന്ന് കുഴിച്ച് റെഡിയാക്കിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. 7 ബ്ലോക്ക് നീളത്തിൽ ഇങ്ങനെ കുഴിച്ച് റെഡിയാക്കിയാണ്. അവിടെ പോർട്ടലൊക്കെ ഉള്ള സെറ്റപ്പും ചെയ്തോണം. മേലെ വെക്കാണ്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ടേ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് വെച്ചാൽ പറ്റുള്ളൂ. ഇതെടുത്ത് ഞാൻ അടിയിൽ അവിടെ വെച്ചാൽ സെറ്റായി. നേരെ ഇനി നമ്മളെ തലക്കൊക്കെ ഇങ്ങനെ പോകും. അവിടെ ഇൻഫിനിറ്റി വാട്ടർ ആയിട്ട് ഉണ്ടാവും. നേരെ ഇങ്ങനെ കറക്റ്റ് ആ പോർട്ടലൊക്കെ കയറും. നമുക്ക് മേൽക്കനെ കയറാം. വെള്ളം വെച്ചുകൊണ്ട് ഓപ്സൈഡ് ഒപ്പിച്ചാണ്. ഇനി നെതറിലേക്കാണ് കുറച്ച് ലാവൊക്കെ എടുത്തുകൊണ്ട് ഓപ്സൈഡ് ഒപ്പിച്ചണം. പെട്ടിയിൽ എത്ര ഓപ്സൈഡ് ഉണ്ടോക്കാം? 7 ഉണ്ട്. അത്രയും നന്നായി. നമുക്കൊരു
22 ഒബ്സിഡിയം വേണം. എന്നാലും നമുക്ക് പോർട്ടൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 2 സൈഡിലും സെറ്റ് ചെയ്യണം. നെതറിലും അതേമാതിരി ഇവിടെയും. പിക്കാക്സ് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പോവാം. നമുക്ക് ഈ 4 മൂലയിലുള്ളത് എടുക്കാം. നമുക്ക് പിന്നെ റീപ്ലേസ് ചെയ്ത് വെക്കാം. നമുക്ക് പിന്നെ ഒബ്സിഡിയൻ കിട്ടുമ്പോൾ വേറെ വെക്കാം. നമുക്ക് 4 ഞാൻ എടുക്കുകയാണ്. എടുത്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ ആ 4 വെച്ചെടുത്തോളും. നമുക്ക് നെതറിൽ കയറിയാണ്ട് ലാവ ഒന്നുകൊണ്ട് സെറ്റ് ചെയ്യാം. ഈ ഫോണോട് തന്നെ ഉണ്ട് ലാവ. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് ഒബ്സിഡിയനാക്കാം. മാഗ്മ ക്യൂബിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അതാവും ലാവ. ഒന്നെടുത്താണ് അങ്ങനെ കൊണ്ടുപോകാം. നമുക്ക് ഓരോന്നോരോന്ന് കൊണ്ടുപോയി ഒബ്സിഡിയൻ ആക്കണം. അതവിടെ എത്തി. അതവിടെ ഒഴിച്ചുകൊണ്ട് ഒബ്സിഡിയൻ ആക്കി ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ ഒരു കുറച്ചും കൂടി ഒപ്പിച്ചാണ്ട് 22 ആക്കിയാണ്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. 2 കൂടി ഒബ്സിഡിയനായി 23 ഒബ്സിഡിയനായി. ഇതൊക്കെ ഇവിടെ നിന്ന് മൈൻ ചെയ്തെടുത്താൽ മതി. അതും കൂടി എടുത്താൽ ഫുള്ളായി. ഇവിടെ എത്തിയാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അതവിടെ എത്തി. നമുക്ക് ഇവിടെ തന്നെ പോർട്ടൽ സെറ്റ് ചെയ്യാം. 3 വരിയായിട്ട് ഞാൻ വെക്കുന്നത്. അവിടെ 3 ഇതായതുകൊണ്ട് അത് പ്രശ്നമല്ല. അപ്പോൾ പോർട്ടൽ ഫുൾ വെച്ചു. ഞാൻ ഇതൊന്ന് കത്തിക്കാൻ ഫ്ലിൻ്റ് എടുക്കാൻ മറന്നു. ഞാൻ ഒന്ന് വേറെ എടുത്താണ്ട് വരാം. കോർഡിനേറ്റ് ഒന്ന് നോക്കിയേക്കാം. ഞാനൊന്ന് കാൽക്കുലേറ്റർ എടുത്താണ്ട് മരിച്ചു അവിടെ. ഞാൻ ബേസിലെത്തി. ഫ്ലിൻ്റ് എടുത്തോണം. അതേമാതിരി അവിടെ തന്നെ എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ തിരിച്ചു എത്തി. പിന്നെ നമുക്കിത് ഫ്ലിൻ്റ് കത്തിച്ചേക്കാം. നമുക്ക് കയറാൻ പാടില്ല. കയറിയാൽ നമ്മൾ വേറെ എവിടെയും സ്പോണാവും. നമുക്ക് ഇനി അത് നെതറിൽ വയ്ക്കാണ്ട് ആ പൊസിഷനിൽ വയ്ക്കാണ്ട് ഒരു പോർട്ടൽ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് വിചാരിച്ച സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടൈം മൈൻക്രാഫ്റ്റ് എടുക്കുന്നവർക്ക് ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഈ നെതറിനെ കുറിച്ച്. നെതറിൽ നമുക്കിങ്ങനെ പോർട്ടൽ സെറ്റ് ചെയ്യാൻ 8 കൊണ്ട് അരിച്ചാൽ മതി. നമ്മൾ ഇവിടെ ഓവേൾഡത്തെ പൊസിഷൻ എത്ര വെച്ചാൽ നമ്മൾ പോർട്ടൽ വെച്ച പൊസിഷൻ്റെ അരിച്ചാൽ കിട്ടുന്ന പൊസിഷനിൽ പോയി പോർട്ടൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അത് അങ്ങോട്ട് എത്തി. നമുക്ക് ആ പൊസിഷൻ എവിടെയാണ് നോക്കിയാണ്ട് ആ സൈഡ് നോക്കി അങ്ങനെ കുഴിച്ച് പോകണം. ഈ സൈഡിലേക്കാണ്. ഈ സൈഡിലേക്ക് ഇങ്ങനെ പോയാൽ നമ്മളെ പൊസിഷനിലേക്ക് എത്തും. ഞാൻ അവിടെ എത്തിയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അത് അത്രയും കുഴിച്ച് റെഡിയാക്കിയാണ്. ഞാൻ ബ്രീഡർ നമ്മളെ വില്ലേജർമാർ സെറ്റ് ചെയ്യാനുള്ള സ്ഥലം കൂടി റെഡിയാക്കി വെച്ചോണം. അവിടെ ഓട്ടൊക്കെ ഉണ്ട്. ബയോമ അടിയിൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് മൂടാണ് നല്ലത്. ഇവിടെ വെച്ചിട്ട് കയറത്തില്ല. വില്ലേജർമാർ അടിക്ക് ചാടും. ഗെയിം ഇത് വെറുതെ സൗണ്ടൊക്കെ ഉണ്ടാക്കി പേടിപ്പിച്ചു. നമുക്ക് ഇനി ഇവിടെ പോർട്ടൽ സെറ്റ് ചെയ്യാം. ഈ സൈഡിൽ ഇങ്ങനെ പോർട്ടൽ സെറ്റ് ചെയ്യാം. ആ പോർട്ടൽ സെറ്റായി. നമുക്ക് എത്തിക്കാം. ഇനി നമുക്ക് ട്രാപ്പ് ഡോർ വെച്ച് സെറ്റ് ചെയ്യണം. ട്രാപ്പ് ഡോർ വെച്ചാൽ വില്ലേജർമാർ ഇങ്ങോട്ട് അടിക്ക് ചാടുള്ളൂ. ഇങ്ങനെ വെക്കണം. ട്രാപ്പ് ഡോർ ഇല്ല. ഇനി ഒന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയാണ്ട് ഒന്ന് ഉണ്ടാക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കാം. അത് നല്ലത്. നമുക്ക് പിന്നെ ആവശ്യം വരും. ഉണ്ടാക്കി മതി. ഇനി ഇതവിടെ കൊണ്ടുവച്ചാൽ സെറ്റായി. നമുക്ക് ഇവിടെ ഒരു വഴി ഉണ്ടാക്കിയേക്കാം. 2 ബാഗ് പോകാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കേണ്ടി വരും. വില്ലേജറെ കൊണ്ടുപോകാനും ഇതിനെ യൂസ് ആവും. അങ്ങനെ വെച്ചാലും പ്രശ്നമില്ല. ഒരു ഫുൾ ബ്ലോക്കായി ഗെയിം കാണുമ്പോൾ ഒരു ഇങ്ങോട്ട് ചാടും. അതാണ് അതിൻ്റെ ഒരു ഇത്. പോർട്ടലിൽ കയറി വെക്കാം. അവിടെ എത്തുണ്ടാകുന്നു. അവിടെ മൂടണം, അല്ലെങ്കിൽ ഒരു ഇങ്ങോട്ട് ചാടും. ഇവിടെ നിന്നാണ്ട് കുഴിച്ചാണ്ട് നമുക്ക് അടുക്കള ഒരു ടൈപ്പാക്കി വെക്കുക. ഓക്കെയാണ്. ഇനി ഒരു വില്ലേജർമാർ ഇങ്ങോട്ട് വരില്ല. നമുക്ക് കയറി വെക്കാം. യെസ്, കറക്റ്റാണ്. ഒരു പ്രശ്നമില്ല. നമ്മളിവിടെ എത്തിക്കണം. അപ്പോൾ തന്നെ ആ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കി എടുക്കാം. അവിടെ ബേബി വില്ലേജർ ഉണ്ടോന്ന്
ആണ് കറക്റ്റ് ചാടുണ്ടോയെന്നൊക്കെ നോക്കാം. ഞാൻ നൈറ്റ് സ്കിപ്പ് ചെയ്തു. ഇനി നമുക്ക് പിന്നെ ഈ ബ്ലോക്ക് പൊട്ടിച്ചാണ്ട് വില്ലേജ് പോകേണ്ട നോക്കാം. അവിടെയും വേണം ട്രാപ്പ് ഡോർ വെക്കുക, എന്നാലേ ഓനും കൊണ്ട് ചാടുള്ളൂ. ഇവിടെ ഒന്നും ബെഡ് വെച്ച് വെക്കാൻ പാടില്ല, ചുറ്റിനും ഒക്കെ ശ്രദ്ധിക്കണം. വെച്ച് വെച്ചൊരു പ്രോബ്ലം ഒന്നുമില്ല, പക്ഷെ എന്നാലും നല്ലതല്ല. 2 ടാപ്പ് ഡോർ ഉണ്ടാക്കി. ഇനി അവിടെ കൊണ്ടുവയ്ക്കുക, ഒന്നത് അവിടെയും ഒന്നത് അവിടെയും. ഇനി ആ വില്ലേജർ ഇങ്ങോട്ട് ചാടുണ്ടാക്കാം. നല്ല കാണാമല്ലോ, ഓൻ ചാടിയാ, ഓൻ ചാടിയോണു, അവനവിടെ കാണാമല്ലോ. അങ്ങനെ തന്നെ സംഗതി വർക്കിംഗ് ആണ്. ഇവിടെ അടിച്ചുകൊണ്ട് ഒന്ന് ചാടി വെക്കാം, അവിടെ എത്തിയണാണ്. ഓൻ ഇവിടെ ഉണ്ട്, പക്ഷെ അവിടെ നിൽക്കണം. ഇറങ്ങിക്കോളും, പ്രശ്നമില്ല. ഇവിടെ ഇറങ്ങടാ കുട്ടി ചേർക്ക, അവിടെ ഇങ്ങനെ നിൽക്കും മൂലക്ക്. ഞാൻ ചാടി, നമുക്ക് ചാടി കയറാം. അത് കണ്ടപ്പോൾ ചാടി ചവിടെ നിൽക്കേ, ഞാനവിടെ പോണ് തിരിച്ചാണ്ടനെ പോകാൻ. പ്രത്യേകിച്ചതില്ല. അതവിടെ എത്തി. മേലെ കയറിയിട്ടേ ഇവിടെ കുറച്ച് നേരം AFK നിൽക്കണം, എന്നാലും അവര് കുറേ വില്ലേജർ നമുക്ക് കിട്ടുള്ളൂ. ഞാനവിടെ കയറിയിട്ട് അത് വീഡിയോ അതിൻ്റെ ചെയ്യാം. അത് വീഡിയോ ഇനി ഇത്ര തന്നെ ഉള്ളൂ. ബ്രീഡർ ഉണ്ടാക്കൽ ഇങ്ങനെയാണ്, കുറേ നേരം ഇനി AFK നിൽക്കണം. അടുത്ത എപ്പിസോഡിൽ ഞാൻ വില്ലേജർമാരെ സെറ്റായിട്ട് ഞാൻ റെഡിയാക്കാം. അപ്പോൾ അതൊരു AFK നിൽക്കട്ടെ. അപ്പോൾ ശരി, ടാറ്റാ ബൈ. അടുത്ത എപ്പിസോഡിൽ കാണാം.